പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ ഈ വീഡിയോയിൽ വരാനൊരു കാരണം, എനിക്കിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് തോന്നുകയാണ്. ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ സഭയിൽ ബോധമുള്ള ആരുമില്ലേ? ഈ ചോദ്യം പിതാക്കന്മാരോടാണ്. കാരണം ഒരു ഭാഗം പഴുത്തും പുഴുത്തും നശിക്കുന്നതും നശിപ്പിക്കുന്നതും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന നിങ്ങൾക്ക് ബോധമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഉള്ളിൽ ബോധമുണ്ട്, ഉരിയാടാൻ മേലാന്ന് പറയുന്നു. ഉരിയാടാൻ മേലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ, ജീവിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങളോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദൈവികമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന അറിവ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നീതിബോധത്തോടെ അനീതിക്കെതിരെ സംസാരിക്കും. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ 100 നാവുള്ള പിതാക്കന്മാരുണ്ട്. ഞങ്ങൾക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നില്ല. പക്ഷെ സ്വന്തം കുടുംബം, സ്വന്തം മക്കൾ, സ്വന്തം കൂടപ്പിറപ്പുകൾ നാശത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന അന്ധകാരത്തിൻ്റെ മക്കളാണോ നിങ്ങൾ? നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ബോധമുണ്ടോ? ജ്ഞാനമുണ്ടോ? അറിവുണ്ടോ? സംസാരിക്കാനുള്ള ദൈവകൃപയുടെ ഭാഷയുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ടോ? ദൈവത്തോട് കടപ്പാടുണ്ടോ? ഏൽപ്പിക്കപ്പെട്ട, തങ്ങളുടെ കീഴിൽ ഏൽപ്പിക്കപ്പെട്ട ആടുകളെ പിശാച് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ദൂരെ ഇരിക്കുന്ന ജീവികളാണോ നിങ്ങൾ? നിങ്ങളുടെ എല്ലാം കേൾവി നഷ്ടപ്പെട്ടോ? കാഴ്ച നഷ്ടപ്പെട്ടോ? സംസാരശേഷി നഷ്ടപ്പെട്ടോ? എന്തിനാണ് നിങ്ങളിങ്ങനെ ജീവിക്കുന്നതെന്ന് ഞങ്ങളിങ്ങനെ ചോദിക്കുക. മോർച്ചറി ഇരിക്കുന്ന ശവം പോലെ ഇരുന്നിട്ട് എന്താണ് കാര്യം? എല്ലാം നീട്ടിപ്പിടിച്ച പ്രസംഗം, അവൻ്റെ കൂടെ പോയി മരിക്കാം. എൻ്റെ പൊന്നെ, അവൻ്റെ കൂടെ പോയി മരിച്ചില്ലെങ്കിലും അവന് വേണ്ടി ജീവിക്കാമെന്ന് പറയുന്ന കേൾക്കാനാണ് ഇഷ്ടം. നാണമില്ലാത്ത പിതാക്കന്മാർ, നിങ്ങൾക്കെല്ലാം ഭയങ്കര അറിവാണ്. എത്രയോ ഡിഗ്രികൾ, മറ്റേതിനകത്ത് ഡിഗ്രി, ഇതിനകത്ത് ഡിഗ്രി, സഭാപ്രബോധനങ്ങൾ, പാരമ്പര്യങ്ങൾ. എന്താണ് ചോദിക്കുന്നത്? കൺട്രോൾ പോകുന്നു. നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങളെ എന്തിനാ സഭയുടെ നേതാക്കന്മാരായി വെച്ചിരിക്കുന്നത്? 52 എണ്ണം ഏതാണ്ട് കൂടി ഒരു ഒപ്പിട്ട് കൊടുത്ത് അങ്ങോട്ട് അങ്ങോട്ടേണ്ട മാർപ്പാപ്പ പറഞ്ഞ കുർബാന. ആരാണ് മാർപ്പാപ്പ? ആ പുള്ളിയുടെ കീഴിലാണോ നിങ്ങൾ? ആ പുള്ളി പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, അനുസരിക്കുന്നില്ലല്ലോ. ശുദ്ധ തിന്മ കയറിക്കൂടിയ ഒരുത്തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് മാറിയിരുന്ന് എന്നിട്ട് അയാളെ കൊണ്ട് നിങ്ങൾ ധ്യാനിപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, ലൂസിഫർ കുട്ടിപ്പിശാചുക്കളെ ധ്യാനിപ്പിച്ച കണക്കെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്ര കൊടിയ തിന്മയാണെന്ന് സത്യമായും നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്കറിയാവുന്നേ, നിങ്ങളെന്നെ പേടിച്ചിരിക്കുക. നിങ്ങൾക്ക് നാണമുണ്ടോ? സങ്കടമാകട്ടോ. പിതാവിൻ്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞവൻ ഇപ്പോൾ അധികാരസ്ഥാനത്ത് വന്നിരിക്കുന്നു. എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടം ഇപ്പോൾ അവനെ. അല്ലെന്നറിയാമോ? അവൻ പറഞ്ഞത് ചെയ്യും, നിങ്ങൾ പറഞ്ഞത് ചെയ്യത്തില്ല. പറച്ചിൽ മാത്രമേ ഉള്ളൂ, ചെയ്യത്തൊക്കെ വേറെ വഴിക്കാം. ഇത്രയും കൊടിയ തിന്മയുടെ വ്യക്തിത്വങ്ങളാകരുതേ. ഞങ്ങളൊക്കെ പാവപ്പെട്ട അൽമായരാ. ഞങ്ങളുടെ 100 നീ ഒരു പാവപ്പെട്ട അൽമായരുടെ 100 വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, തീഷ്ണതയുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, അഭിഷേകമുണ്ടെങ്കിൽ, ബലമുണ്ടെങ്കിൽ, കൃപയുണ്ടെങ്കിൽ, സ്ഥാനമാനങ്ങളിൽ താഴെ നിൽക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ തിന്മയ്ക്ക് കൂട്ടു നിൽക്കില്ല കേട്ടോ. വായടക്കി പിടിച്ചിരിക്കുന്ന എന്തോ ഒരു വാചാലതയോ ചില ഡയലോഗൊക്കെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഷ നന്നായിട്ടറിയാം. സ്വർഗത്തിൻ്റെ ഭാഷ അറിയാൻ മേലാത്ത, സാഹിത്യപരമായി സംസാരിക്കാൻ അടിപൊളിയായിട്ട്, തിന്മ കീഴടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒന്നുകില്ല. നിങ്ങളെല്ലാവരും കൂടെ, നിങ്ങൾ ഈ 52 എണ്ണം കൂടെ കൂടി നമുക്കിനി ഈ
സഭയ്ക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കാമെന്നെങ്കിലും പറ. നമുക്കൊരു കൈവെക്കാൻ മേലെങ്കിൽ നമുക്ക് നാവെങ്കിലും പൊക്കി ദൈവസന്നിധിയിലൊന്ന് എളിമപ്പെടാമെന്നൊന്ന് പറയാൻ കഴിവില്ലെങ്കിൽ എന്തിനാ എൻ്റെ പിതാക്കന്മാരെ നിങ്ങളിങ്ങനെ പിതാവാണെന്നുള്ള കുപ്പായി ഇട്ടുകൊണ്ട് നടക്കുന്ന കഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരിലെങ്കിലും പരിശുദ്ധാത്മാവ് ഉണരുന്നുണ്ടെങ്കിൽ സൂസന്നായെ വധിക്കാനൊരുങ്ങിയ ആ ക്രിമിനൽ ബുദ്ധിയുടെ പിന്നിൽ അതിനെ തകർക്കാൻ ദാനിയേൽ എന്ന യുവാവിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ബൈബിൾ പറയുന്ന അതേ ആത്മാവിലാണ് നിങ്ങളെങ്കിൽ കൃത്യമായി നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊന്ന് പ്രതികരിച്ചിരിക്കും. പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്ധകാരത്തിൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരാണെന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയാകാതിരിക്കട്ടെ. സങ്കടം കൊണ്ട് പറയുന്നതാണ്. നിങ്ങളെ കുറ്റം വിധിക്കാനുള്ള അവകാശമൊന്നുമില്ല, അധികാരമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നീതിബോധമില്ലായ്മ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അധികമായാൽ ക്ഷമിക്കണം. ആമേൻ.